ധൃതി കാണിക്കൽ അത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും സാവകാശം ആലോചിച്ച് വേണം ചെയ്യാൻ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലവട്ടം ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. ധൃതി കാണിക്കൽ പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, അത്തഅന്നി മിനല്ലാഹ്, സാവകാശം കാര്യങ്ങൾ കൈകാര്യം ചെയ്യൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. വൽ അജലത്തു മിനശ് ശൈത്വാൻ, ധൃതി കാണിക്കൽ അത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ധൃതി കാണിക്കൽ പലപ്പോഴും നമ്മെ അബദ്ധത്തിൽ കൊണ്ടെത്തിക്കും. വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. എന്നാൽ 5 കാര്യങ്ങളിൽ ധൃതി കാണിക്കണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഖാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നതായി കാണാം 5 കാര്യങ്ങളിൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ധൃതി കാണിക്കുക തന്നെ വേണം. ഒന്നാമതായി അവിടുന്ന് പറഞ്ഞു, ഇത്വാമുത്വാം, ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ധൃതി കാണിക്കണം. നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരികയാണെങ്കിൽ നാം എത്രയും പെട്ടെന്ന് അവർക്ക് ആദ്യം നൽകേണ്ടത് ഭക്ഷണമാണ്. അവർക്ക് വിശക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതുപോലെ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് കൊടുക്കണം. അവർ ആണോ ജീവിക്കുന്നത്, വിശന്നാണോ ഉള്ളത് എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ കാണിക്കണം. രണ്ടാമത് തജ്ഹീസുൽ മയ്യത്ത് പരിപാലനം പെട്ടെന്നായിരിക്കണം. മയ്യത്തിനെ വെച്ച് താമസിപ്പിക്കരുത്. ആരൊക്കെയോ ബന്ധുക്കൾ വരാനുണ്ടെന്നും പറഞ്ഞ് മയ്യത്തിന് വെച്ച് താമസിക്കുന്നത് ശരിയായ രീതിയല്ല. മയ്യത്ത് ഇങ്ങനെ വന്ന് കാണൽ സുന്നത്തായ കാര്യമൊന്നുമല്ല. അതിൽ ശ്രദ്ധ ചെലുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ വളരെ കർക്കശ സ്വഭാവം കാണിച്ചിട്ടുണ്ട് എന്ന് മറ്റും ഹദീസുകൾ നമുക്ക് കാണാം. മൂന്നാമത് വതസ്വീജുൽ ബിക്രി, ബിക്കറായ പെണ്ണിനെ, കന്യകയായ പെണ്ണിനെ പെട്ടെന്ന് വിവാഹം കഴിച്ചു വിടുക, വെച്ച് താമസിപ്പിക്കരുത്. സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നാൽ പിന്നെ താമസിപ്പിച്ച് വെച്ചുകൊണ്ട് ഇരിക്കാതിരിക്കുക. വിവാഹം ഉറപ്പിച്ച ശേഷം മാസങ്ങളോളം വിവാഹത്തിന് വീണ്ടും സമയം നീട്ടിവെക്കുക, അത് ശരിയായ നടപടിയല്ല. മുത്തുനബി ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഖലാഉദ്ദൈനി, കടം പെട്ടെന്ന് വീട്ടുക. ഒരാളുടെ ഭാഗത്തുനിന്ന് കടം നൽകപ്പെട്ടാൽ അയാളെ പ്രയാസപ്പെടുത്തി അയാളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ അതിൻ്റെ അവധിയും കഴിഞ്ഞിങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. നമുക്ക് തരാൻ കാണിച്ച വിശാല മനസ്സിനെ നാം കാണുക തന്നെ വേണം. പെട്ടെന്ന് തന്നെ കടം വീട്ടിക്കൊടുക്കണം. മറ്റൊന്ന് തൗബ ചെയ്യലാണ്. പെട്ടെന്ന് തൗബ ചെയ്യുക പാപങ്ങളിൽ നിന്നും. വത്തൗബത്തു മിനദ് ദംബി, പാപങ്ങളിൽ നിന്നും പെട്ടെന്ന് തൗബ ചെയ്യുക, അതിനെ പിന്തിപ്പിച്ച് വെക്കാതിരിക്കുക. അതിലും ധൃതി കാണിക്കണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഈ 5 കാര്യങ്ങളിൽ നമ്മൾ ധൃതി കാണിക്കണം. അല്ലാഹു തആല പ്രത്യേകം നമ്മെ ഉണർത്തുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പഠിപ്പിക്കുന്ന മഹാന്മാർ അത് ഉപദേശിച്ചു തന്ന കാര്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിലപ്പെട്ട അറിവുകളും